ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡ്രൈവിങ്ങിൽ പതിവ് പോലെ തന്നെ വാഹനം ഓടിച്ച് പഠിക്കാനായിട്ട് പോകുന്നത്, ഒരുപാട് പേർക്ക് ഡ്രൈവിങ്ങിൽ ഹാഫ് ക്ലച്ച്, ഫുൾ ക്ലച്ച് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എപ്പോൾ എവിടെ കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളൊരു ധാരണയില്ല. പലപ്പോഴും അനാവശ്യമായിട്ട് ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടും, അനാവശ്യമായിട്ട് ഹാഫ് ക്ലച്ചിലേക്ക് വരും. ചില സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ആ റോഡിൽ ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ റോഡിൽ വണ്ടി ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ ബിഗിനേഴ്സിന് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ പരിഹരിക്കാം, ഡ്രൈവിങ്ങിൽ എപ്പോൾ എവിടെ എങ്ങനെ കൃത്യമായിട്ട് ഹാഫ് ക്ലച്ച്, ഫുൾ ക്ലച്ച് ഉപയോഗിക്കാം എന്നുള്ളത് ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ പതിവ് പോലെ മറ്റ് ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയും. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, അതോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. നിങ്ങളത് കാര്യമാക്കി എടുക്കേണ്ട. ഇന്നത്തെ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യും. ഇനി നമുക്ക് വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ റോഡിൽ എപ്പോൾ എവിടെയൊക്കെയാണ് ഫുൾ ക്ലച്ചും ഹാഫ് ക്ലച്ചും ഉപയോഗിക്കേണ്ടത് നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാൽ ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ബ്രേക്കും രണ്ടാമത് ഫുൾ ക്ലച്ചുമാണ് ആവശ്യം. നിങ്ങൾ എപ്പോഴും അത് ഓർമ്മയിൽ വെക്കുക. വണ്ടിയുടെ കീ ഞാൻ ഓണാക്കുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ വാഹനം എടുക്കുന്ന സമയത്തോ നമുക്ക് ഫുൾ ക്ലച്ച് അല്ല ആവശ്യം, നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒപ്പം ആക്സിലറേഷൻ കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനത്തെ മുന്നോട്ടെടുക്കേണ്ടത്. അതിന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ കാല് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു. എന്നിട്ട് നമ്മളിവിടെ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ നിർബന്ധമായിട്ട് കൊടുത്തിട്ടേ വണ്ടി എടുത്ത് നിങ്ങൾ പഠിക്കാവുള്ളൂ. ഇത് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് ഇത്തിരി കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വണ്ടി എടുക്കുകയാണ്. ഇത് ഹാൻഡ് ബ്രേക്ക് ഞാൻ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്ത് കൊടുത്ത് എൻ്റെ വാഹനം മെല്ലെ ഇത് റോഡിലേക്ക് എടുത്തു. അപ്പോൾ ഇങ്ങനെ എടുത്ത സമയത്ത് നിങ്ങൾ നോക്കിക്കുക, എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിൽ നിന്ന് ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിലീസ് ചെയ്ത് ഫ്ലോറിൽ വെക്കുകയല്ല ചെയ്തേക്കുന്നത്, ഇടത്തെ കാല് ക്ലച്ചിൽ തന്നെ നിൽക്കുകയാണ്. ഇനി നമുക്ക് എപ്പോഴാണ് ഫുൾ ക്ലച്ചിൻ്റെ അടുത്ത യൂസ് വരുന്നത്, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി അടുത്ത ഒരു ഗിയർ ഇടുന്ന സമയത്ത് എല്ലാം തന്നെ എന്ത് ചെയ്യണം, ഫുൾ ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. അതായത് അടുത്ത ഏത് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ഫുൾ ക്ലച്ച് ചവിട്ടണം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ഫുൾ ക്ലച്ച് ഓൾറെഡി ചവിട്ടി അടുത്തൊരു ഗിയർ കൊടുത്തു. ഗിയർ കൊടുത്താൽ ഉടൻ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് ലേറ്റ് ആകാനായിട്ട് പാടില്ല. പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇനി ഇവിടെ റോഡ് അത്യാവശ്യം നിരപ്പായിട്ടുള്ള റോഡ് വന്നു, വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫുൾ ക്ലച്ച് അവിടെ തേടിട്ടു. ഇനി നിങ്ങൾ നോക്കി, എൻ്റെ കാല് ബ്രേക്കിലേക്കും ഹാഫ് ക്ലച്ചിലേക്കും വരുവാണ്. നിങ്ങൾ നോക്കുക, എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ ഒന്ന് രണ്ട് പേരും നടന്നുപോയി. അപ്പോൾ എൻ്റെ വാഹനത്തെ എനിക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ഞാൻ മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ബ്രേക്കേ വന്ന് എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്തു. എന്നിട്ട് ഒപ്പം തന്നെ ഫുൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തിട്ട് ഞാൻ വണ്ടി എടുത്തു. കണ്ടോ? അപ്പം നമ്മളൊരു ഇടുങ്ങിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് എതിരെ ഒരു വാഹനം അല്ലെങ്കിൽ എതിരെ കുറച്ച് ആൾക്കാർ നടന്നു വരുന്നു. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി പോകാനായിട്ടുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നമ്മളുടെ ഇടത്തെ കാല് മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം വരിക. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടെ വാഹനത്തെ പെട്ടെന്നൊന്ന് നിർത്തേണ്ടി വരാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വാഹനത്തെ ഒന്ന് സ്ലോ ചെയ്ത് പതിയെ ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാം. അപ്പോൾ അവിടെ നമ്മൾ സ്ലോ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ക്ലച്ചിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടിയെ നീക്കുകയും അതോടൊപ്പം തന്നെ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ട് വീണ്ടും നമുക്ക് ക്ലച്ചിലേക്ക് വരേണ്ടതായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഗട്ടർ ഇറങ്ങുവാണ്. ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കിലും ഹാഫ് ക്ലച്ചിലുമാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കുക, കണ്ടോ? ഇപ്പോൾ എൻ്റെ കാല് നിൽക്കുന്നത് ഫുൾ ക്ലച്ച് ഔട്ടിട്ടില്ല, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒരിത്തിരി കൂടെ താഴ്ത്തിയിട്ടേ ഉള്ളൂ. എൻ്റെ വണ്ടി നിൽക്കുകയാണ്. ഇനി നമ്മളിവിടെ പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ, എഞ്ചിൻ ഓഫ് ആകാതെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലച്ച് ഔട്ടുക. ഇനി നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വണ്ടി എഞ്ചിൻ ഓഫ് ആകില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കി, ഗട്ടർ നിൽക്കുന്നുണ്ടോ? എന്നിട്ട് ഇവിടെ ഞാൻ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ചപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങി. അപ്പോൾ നമ്മളുടെ വാഹനത്തെ തീർത്തും സ്ലോ ചെയ്യേണ്ട ഏതൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ആദ്യം നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക. തീർത്തും വണ്ടി സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചിലേക്ക് ചവിട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് വണ്ടി പതിയെ സ്ലോ ചെയ്താണ് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്താൽ മാത്രം മതി.
മനസ്സിലായോ? അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വീണ്ടും ഒരു ഗട്ടർ വന്നു, എൻ്റെ ഇടത്തെ കാല് ക്ലച്ചിലും വലത്തെ കാല് ബ്രേക്കിലും വന്നു. ഫുൾ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ വന്നില്ല, ബ്രേക്കേ വന്ന് മെല്ലെ സ്ലോ ചെയ്ത് പോകേണ്ട ഒരു സാഹചര്യം ഉള്ളായിരുന്നു. അതുകൊണ്ട് അങ്ങനെ തന്നെ പോകാനായിട്ട് കഴിഞ്ഞു. ഇനി വീണ്ടും ഇവിടെ ചെറിയൊരു കർവോട് കൂടിയ ഒരു ഭാഗം വരികയാണ്. ഇവിടെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ചിലേക്ക് മെല്ലെ കാല് വരികയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫുൾ ക്ലച്ച് ചവിട്ടി കൊടുക്കുക. ഇനി നമുക്കിവിടെ വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു, മെല്ലെ വണ്ടി ഇതേ ബ്രേക്കിലും വന്ന് സ്ലോ ചെയ്തു. ഇപ്പോൾ വണ്ടി ഓഫ് ആകത്തില്ല, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുകയാണ്. ഇനി എനിക്ക് വണ്ടിയെ നീക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് നോക്കിക്കേ, ആക്സിലറേഷൻ മെല്ലെ കൊടുത്തിട്ട് ക്ലച്ച് ചെയ്യുന്ന പതിയെ അയച്ചപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി. കണ്ടോ, പതിയെ നീങ്ങി. ഇനി വണ്ടി വീണ്ടും സ്ലോ ചെയ്യണമെന്ന് തോന്നിയാൽ ക്ലച്ച് കുറച്ച് താഴോട്ട് താഴ്ത്തി ബ്രേക്കിലേക്ക് വന്നു. കണ്ടോ, ഫുൾ ക്ലച്ച് ഔട്ടണമെന്ന് നിർബന്ധമില്ല. അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇത്തിരി താഴോട്ട് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകില്ല. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നാലും വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകില്ല. എന്നാൽ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇത്തിരി കാലം അയച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആകും. അപ്പോൾ എന്ത് ചെയ്തു, ഓഫ് ആകാത്ത പരുവത്തിൽ ഞാൻ നിർത്തിയേക്കാണ്. എന്നിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാൻ വണ്ടി എടുത്തു. കണ്ടോ, അപ്പോൾ എവിടെയൊക്കെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നു അവിടെയെല്ലാം നമ്മൾ ഹാഫ് ക്ലച്ചിൽ ആക്സിലറേഷൻ കൊടുത്ത് വാഹനത്തെ ബാലൻസ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ച് ചവിട്ടുക. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഇതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാനിതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, വീണ്ടും ക്ലച്ച് പിടിക്കുന്നു, തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കിയാൽ മൂന്നാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഇങ്ങനെ പോവാണ്, ചെറിയൊരു കയറ്റം കയറി പോവാണ്. ഇനി നമുക്ക് ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഒരു കയറ്റം കയറി പോകുന്നു, തേർഡിൽ പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ക്ലച്ച് ഫുള്ള് പിടിക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. കണ്ടോ, അപ്പോൾ ഇവിടെ നമ്മൾ ഫുൾ ക്ലച്ചാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗിയർ എപ്പോഴൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണോ അവിടെയെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഫുൾ ക്ലച്ച് ഡ്രൈവിങ്ങിൽ ചവിട്ടാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു പോയിൻ്റൊന്നും കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ മഴയത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റോഡിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഇവിടെ ഒരു വളവുണ്ട്, ഒരു വണ്ടി കയറി വരുന്നുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ ഒരു വണ്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കിനോടൊപ്പം ഇടത്തെ കാല് ക്ലച്ചിലും ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമുക്ക് വാഹനത്തെ ഇവിടെ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം നമ്മൾ ക്ലച്ച് തപ്പി പിടിക്കാൻ പോകരുത്. അതിനെന്ത് ചെയ്യണം, ഇടത്തെ കാല് നിങ്ങൾ ഈ ഒരു ടൈമിൽ ക്ലച്ചിലേക്ക് വരിക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയെ തീർത്തും ഇതുപോലെ സ്ലോ ചെയ്യുക. സ്ലോ ചെയ്തിട്ട് അടുത്തൊരു ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പിന്നെ കയറി പോകാനായിട്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിക്കുന്നതിനിടയിൽ ചെയ്യുക. ഇനി ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ എങ്ങനെയാണ് ക്ലച്ച് ചവിട്ടുന്നത് നോക്കുക. ഫുൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു. മനസ്സിലായോ? ഫുൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലിട്ടു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വീണ്ടും വന്നു. മനസ്സിലായോ? എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് മെല്ലെ അയച്ച് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ടാണ് ഞാൻ ജംഗ്ഷൻ എടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ വാഹനത്തെ പതിയെ ഞാൻ എടുത്തു. അപ്പോൾ അവിടെ പെട്ടെന്ന് ഫുൾ ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്താൽ ഉടൻ തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചപ്പോൾ എൻ്റെ വാഹനത്തെ നീക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ എവിടെയൊക്കെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നോ അവിടെയെല്ലാം നമുക്ക് ഫുൾ ക്ലച്ച് ചവിട്ടണം. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ എപ്പോഴൊക്കെ ഗിയർ ഷിഫ്റ്റ് ചെയ്യണോ അവിടെയെല്ലാം നിർബന്ധമായിട്ട് ഫുൾ ക്ലച്ച് ചവിട്ടുക. അതുപോലെ തന്നെ ഇതുപോലെ ഒരു വാഹനം കയറി വന്നിരുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇടത്തേക്കാല് ക്ലച്ചിലേക്ക് വരിക, ഫുൾ ക്ലച്ച് ചവിട്ടി ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ വാഹനം സ്ലോ ആയി, ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ വാഹനം ഏറ്റവും സ്ലോ ചെയ്ത് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് ഒപ്പം തന്നെ ബ്രേക്കിൽ വരേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ബ്രേക്കിലേക്ക് വന്ന് ഒപ്പം നമുക്ക് വാഹനത്തെ നീക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുന്നതിനോടൊപ്പം ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാനും ഒപ്പം ഗിയർ ഡൗൺ ചെയ്തിട്ടാണ് മൂവ് ആക്കേണ്ടത്. അതായത് വണ്ടി തീർത്തും നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സെക്കൻഡിലോ തേർഡ് ഗിയറിലോ ഒക്കെ വരുന്ന സമയത്താണ് വണ്ടി മൂവ് ആക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വാഹനത്തെ ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വാഹനം ഓടിക്കുന്നതിനിടയിൽ ഇത് എവിടെ എപ്പോൾ ചെയ്യണമെന്നുള്ളൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, എൻ്റെ വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.